മഹാഭാരതത്തിലെ പാണ്ഡവന്മാരിൽ രണ്ടാമനായിരുന്നു ഭീമൻ. ബാല്യകാലം മുതൽ തന്നെ അവൻ വളരെ ശക്തനായ കുട്ടിയായിരുന്നു. ഹസ്തിനാപുരത്തിലെ രാജകുമാരന്മാരെല്ലാം ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അവരിൽ ഏറ്റവും ശക്തനായ കുട്ടിയായിരുന്നു ഭീമൻ. ഗുസ്തിയിലും ഓട്ടത്തിലും കളികളിലും ഭീമൻ എല്ലായ്പ്പോഴും ജയിക്കും. അവൻ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും തോൽപ്പിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത്ഭുതവും സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാൾക്ക് അത് സന്തോഷമായിരുന്നില്ല. അവനായിരുന്നു ദുര്യോധനൻ. എന്തുകൊണ്ട് എല്ലാവരും ഭീമനെ മാത്രം പ്രശംസിക്കുന്നു? ഞാനല്ലേ രാജാവിൻ്റെ മകൻ എന്ന് ദുര്യോധനൻ മനസ്സിൽ ചിന്തിച്ചു. അസൂയ പതുക്കെ അവൻ്റെ ഹൃദയത്തിൽ വളർന്നു. ഭീമനെ തോൽപ്പിക്കണമെന്ന ആഗ്രഹം അവനിൽ ശക്തമായി. ഈ ചെറിയ അസൂയ പിന്നീട് വലിയ ശത്രുതയായി മാറി. ഒരു ദിവസം ദുര്യോധനൻ ഭീമനെ വിഷം കലർത്തിയ പായസം കൊടുത്തു. ഭീമൻ അത് അറിയാതെ കഴിച്ചു. പിന്നെ അവൻ ഉറങ്ങിപ്പോയി. ദുര്യോധനൻ അവനെ കാലിൽ കെട്ടി നദിയിലേക്ക് തള്ളിവിട്ടു. ഭീമൻ നദിയിലൂടെ ഒഴുകി നാഗലോകത്തെത്തി. അവിടെ പാമ്പുകൾ അവനെ കടിച്ചു. പക്ഷേ അത്ഭുതം സംഭവിച്ചു. പാമ്പുകളുടെ വിഷം മുൻപ് കുടിച്ച ദുര്യോധനൻ കൊടുത്ത വിഷത്തെ നശിപ്പിച്ചു. അവിടെ നാഗരാജാവ് അവന് ശക്തി വർദ്ധിപ്പിക്കുന്ന അമൃതം കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഭീമൻ കൂടുതൽ ശക്തനായവനായി തിരികെ വന്നു. ഇതിന്റെ ബാക്കി കഥകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.